ആത്മീയ ലോകത്തിലെ പ്രത്യേക ചില കാര്യങ്ങളെ കുറിച്ച് ഇന്ന് വീണ്ടും ദൈവത്തിന്റെ വചനത്തിൽ കൂടി നാം അറിയേണ്ട കാര്യങ്ങൾ അറിയുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഈ സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അതിന്റെ ഒന്നാമത്തെ വാചകം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. കണ്ടോ, ദേവന്മാർ എന്ന ഒരു കൂട്ടര് ഉണ്ട്. എന്നാൽ അവരെയല്ല, അവരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ആരാണ് ദേവന്മാർ? ദേവന്മാരും ദൈവവും രണ്ടാണ്. ദൈവം നാം സേവിക്കുന്ന സർവശക്തനായ യഹോവ, സകലത്തെയും നിർമ്മിച്ച് നിയന്ത്രിക്കുന്ന സ്വർഗസ്ഥനായ ദൈവം. ദേവന്മാർ പിശാചുക്കൾ ആണ്, ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന. ദൈവിക തൃത്വം പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ഉള്ളതുപോലെ പൈശാചിക തൃത്വം ഉണ്ട്. അതിൽ ലൂസിഫറിന്റെ കീഴിൽ പ്രത്യേകം പ്രവർത്തിക്കുന്ന പൈശാചിക ഗണങ്ങളാണ് ദേവന്മാർ. അവർ ആകാശത്തിലും ഭൂമിയിലും ധാരാളം എണ്ണങ്ങളും. പുത്രനാം ക്രിസ്തുവിന്റെ പേരെടുത്ത് പ്രവർത്തിക്കുന്ന പൈശാചിക തൃത്വത്തിൽ രണ്ടാമനാണ് എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്. എതിർ ക്രിസ്തുവിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ഗണങ്ങളാണ് കള്ളക്രിസ്തുക്കൾ. തൃത്വത്തിൽ മൂന്നാമനാം പരിശുദ്ധാത്മാവിന്റെ കെയറോഫിൽ അതേ രീതിയിൽ ആക്ട് ചെയ്യുന്ന പൈശാചിക തൃത്വമാണ് കള്ളപ്രവാചകൻ. ആ കള്ളപ്രവാചക ആത്മാവിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ഗണങ്ങളാണ് കള്ളപ്രവാചകന്മാർ. കള്ളപ്രവാചകൻ പൈശാചിക മൂർത്തിയായ തൃത്വത്തിന്റെ മൂന്നാണ്. കള്ളപ്രവാചകന്മാർ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. എതിർ ക്രിസ്തു പൈശാചിക തൃത്വത്തിൽ രണ്ടാമനാണ്. എതിർ ക്രിസ്തുക്കൾ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. ലൂസിഫറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൈശാചിക മൂർത്തികളാണ് ദേവന്മാർ. അവർ ആകാശത്തുണ്ട്, ഭൂമിയിലുണ്ട്. ഒന്നല്ല ദേവന്മാർ, ദേവനല്ല ദേവന്മാർ. ഞാൻ ദേവന്മാരുടെ മധ്യേ നിന്നെ സ്തുതിക്കും. പൗലോസ്ലീഹ ഈ കാര്യം പഠിപ്പിച്ചപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 8-ാം അധ്യായം 5-ാമത് വാക്യം, എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. കണ്ടോ, ആകാശത്തിലും ഭൂമിയിലും ദേവന്മാരെന്ന് പറയുന്ന പലതുണ്ട്. നമുക്ക് പിതാവായ ഏകദൈവമേ. കണ്ടോ, ദൈവവും ദേവന്മാരും രണ്ടാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം ഞാൻ പ്രസംഗിക്കുന്നത്. പിശാചിനെ എതിർത്തുകൊണ്ടാണല്ലോ ഈ പകൽ. ദൈവം എന്നത് മനസ്സിലാക്കി നമുക്ക് ദൈവത്തെ ആരാധിക്കണം. പിശാച് ദേവന്മാർ എന്നത് മനസ്സിലാക്കി നമുക്ക് സാത്താനെ എതിർക്കണം. സന്ദർഭോചിതമായി നമുക്ക് ആന്റിക്രൈസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതിനെയും കള്ളപ്രവാചകന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതിനെയും എടുത്ത് പഠിക്കാം. ഇന്ന് ഞാൻ പ്രത്യേക ചില സന്ദേശങ്ങൾ സഭയെ പഠിപ്പിക്കുക. ഇവിടെ എന്നെ കേൾക്കുന്ന സഭാവിശ്വാസികൾ മാത്രമല്ല, ലോകത്തിൽ ഈ വീഡിയോയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഈ സത്യം ഗ്രഹിക്കണമെന്ന് ഞാൻ വളരെ പ്രാർത്ഥിച്ച് ഇതുകൊണ്ട് തരികയാണ്. ഞാൻ പ്രസംഗിക്കുന്ന മുൻപ് എന്റെ വാ തുറക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് വരരുത് എന്ന്
വളരെ പ്രാർത്ഥിച്ചിട്ടാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. കാരണം ഞാൻ പറയുന്ന ഓരോ വാക്കിനും ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന് എനിക്ക് 100% ബോധിപ്പിക്കും. മനുഷ്യർ പറയുന്ന നിസ്സാര വാക്കിന് കണക്ക് ബോധിപ്പിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് പരസ്യമായി ഞാൻ പ്രസംഗിക്കുന്നതിന് എത്രയധികം കണക്ക് ബോധിപ്പിക്കണം. എനിക്ക് ആ ഉൾബോധം നന്നായിട്ടുള്ളതിനാൽ ഞാൻ ഭയത്തോടും വിറയലോടും അപ്പോൾ തന്നെ ദൈവത്തിലുള്ള വലിയ ധൈര്യത്തോടും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കും. വേദപുസ്തക പ്രവചന പുസ്തകങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള പ്രവചനങ്ങളാണ് ദാനിയേലിന്റെ പ്രവചനം, വെളിപ്പാട് പുസ്തകം. പുതിയ നിയമത്തിൽ ഒരു പുസ്തകമേ പ്രവചന പുസ്തകമുള്ളൂ, അതാണല്ലോ വെളിപ്പാട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം മുതൽ മലാഖി വരെ പഴയ നിയമത്തിൽ പ്രവചന പുസ്തകങ്ങളുണ്ടെങ്കിലും ഏറ്റവും വലിയ പ്രവാചക പുസ്തകമായി പുസ്തകങ്ങളുണ്ടെങ്കിലും ദാനിയേൽ പ്രവചനം ഭാവികാല സംഭവങ്ങളെ വെളിപ്പെടുത്തുകയാൽ അത് വിലപ്പെട്ട പ്രവചന ഗ്രന്ഥമാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ പ്രവാചകന്മാരും യേശുക്രിസ്തുവും അപ്പസ്തോലന്മാരും ദാനിയേൽ പ്രവചനത്തിലെ വാക്കുകൾ എടുത്ത് വീണ്ടും ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിച്ചാൽ നമുക്ക് കാണാം ലോകത്തിൽ എഴുന്നേൽപ്പാനിരിക്കുന്ന 4 ശക്തിയുള്ള ഭരണകൂടങ്ങളെ കുറിച്ച്. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ രാജാവായ നെബൂഖദ്നേസറിന് ഒരു വിഗ്രഹത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് സ്വപ്നത്തിൽ ദൈവം ഈ ദർശനം കൊടുത്തു. അതാണ് ദാനിയേൽ പ്രവചനം 2-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ വലിയ ബിംബം. ഇതേ കാര്യം ദാനിയേല് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദർശനത്തിൽ കണ്ടത്, സ്വപ്നത്തിൽ കണ്ടത് വെളിപ്പെടുത്തി കൊടുത്തോട് ഉപയോഗിച്ച ദൈവം ദാനിയേൽ 7-ാം അധ്യായം പഠിക്കുമ്പോൾ മറ്റൊരു രീതിയിൽ 4 സമ്മിശ്ര മൃഗങ്ങളെ കാണിച്ചുകൊണ്ട് ഇതേ കാര്യം ഈ ലോകൈക സാമ്രാജ്യങ്ങളെ കുറിച്ച് ദാനിയേലിനെ ദൈവം കാണിച്ചു. നെബൂഖദ്നേസറിനെ കാണിച്ച സ്വപ്നം വിവരിച്ചത് ദാനിയേലാണെങ്കിൽ ദാനിയേലിനെ കാണിച്ച ദർശനം വിവരിച്ചു കൊടുത്തത് ദൈവത്തിന്റെ ദൂതനാണ്. അത് നെബൂഖദ്നേസറിനെ കാണിച്ചു കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടെ തെളിവായി ആ കാര്യം വെളിപ്പെട്ടു. വീണ്ടും 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ കാര്യം ഒന്നുകൂടെ തെളിവായി കാണിച്ചു കൊടുത്തു. ഒരു കാര്യം തന്നെ ആദ്യം കുറെ കാണിച്ചു, 2-ാമത് കുറച്ചുകൂടെ കാണിച്ചു, 3-ാമത് നന്നായി തെളിയിച്ച് കാണിച്ചു. നമുക്കറിയാം ഈ ചരിത്ര ഭാഗം. 1-ാമത്തെ സാമ്രാജ്യം ബാബിലോൺ, ലോകൈക സാമ്രാജ്യം. 2-ാമത്തെ സാമ്രാജ്യം മേദ്യ പാർസിയ, കോരേശും ദാര്യാവേശും ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യം. 3-ാമത്തെ സാമ്രാജ്യം ഗ്രീസ്, മഹാനായ അലക്സാണ്ടറിനാൽ ആരംഭിച്ച സാമ്രാജ്യം. 4-ാമത്തെ സാമ്രാജ്യം റോമ സാമ്രാജ്യം. 1-ാമത്തെ സാമ്രാജ്യം 68 വർഷം ഈ ഭൂമിയിൽ ഭരണം നടത്തി. എഴുതേണ്ടവരെ എഴുതിക്കൂ, ഓർക്കേണ്ടവരെ ഓർത്തു. 68 വർഷം. 2-ാമത്തെ സാമ്രാജ്യം 208 വർഷം ഈ ഭൂമിയിൽ ഭരണം നടത്തി. മേദ്യ പാർസിയ സാമ്രാജ്യം. 3-ാമത്തെ സാമ്രാജ്യം 180 വർഷം ഭൂമിയിൽ ഭരണം നടത്തി. 68, 208, 180. ഇത് ഒരു രാജ്യം മാത്രം ഭരിച്ച കാര്യമല്ല, ലോകൈക സാമ്രാജ്യം. ഈ വർഷങ്ങളുള്ള ഭരണം ലോക ചരിത്രത്തിലെ ഭയങ്കര സംഭവങ്ങളാണ്. അതിൽ ഉന്നതന്മാരായ രാജാക്കന്മാർ,
രാജഭരണ പരിഷ്കാരങ്ങൾ ഇതെല്ലാം ഭയങ്കര ലോക ചരിത്രങ്ങളാണ്. ഇരുമ്പ് മുഷ്ടി കൊണ്ട് ഭരിച്ച ഭരണമാണ് റോമ ഭരണം. നമ്മുടെ കർത്താവിന്റെ കാലത്ത് ഈ ഭൂമിയിലുണ്ടായിരുന്ന ലോകൈക ഭരണം. ഈ ഭരണകർത്താക്കളിൽ പലരും ദൈവത്തെ പോലെ ഈ ഭൂമിയിൽ വാണവരാണ്. തൽഫലമായി ചക്രവർത്തി ആരാധനകൾ ആ കാലത്ത് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ദീർഘകാലത്തെ ഭരണങ്ങൾ നടത്തിയ ഈ സാമ്രാജ്യങ്ങളെ കുറിച്ച് ദൈവം ദാനിയേലിന് വെളിപ്പാട് കൊടുത്തപ്പോൾ, നെബൂഖദ്നേസറിന് വെളിപ്പാട് കൊടുത്തപ്പോൾ ചില വാക്യങ്ങളിൽ മാത്രം അത് നിർത്തി. ലോക ചരിത്രത്തിൽ ഇത്രയും ഭയങ്കര ഭീകര സാംസ്കാരികമായ ഭരണങ്ങൾ നടത്തിയ ഈ ലോകൈക സാമ്രാജ്യങ്ങളെ കുറിച്ച് ദൈവം ദർശനം കൊടുത്തപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ ആ ദർശനം നിർത്തി. നിങ്ങൾ ദാനിയേൽ പ്രവചനം 2, 7, 8 ആദിയായ ഭാഗങ്ങൾ വായിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ അടുത്തതായ ഒരു ഭരണം ഈ ഭൂമിയിൽ വരും. ആ ഭരണത്തെ കുറിച്ച് അനേക അധ്യായങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്താണ് അഞ്ചാമത് വരുന്ന ആ ഭരണം? അതാണ് ആന്റി ക്രൈസ്റ്റിന്റെ ഭരണം. ദൈവങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായോ? ലോകൈക സാമ്രാജ്യമായ ബാബിലോണിനെയും മേദ്യ-പാർസിയെയും ഗ്രീസിനെയും റോമയെയും കുറിച്ച് അല്പം പറഞ്ഞു തന്ന ദൈവം എന്തുകൊണ്ട് ഈ അഞ്ചാമത് വരുവാൻ പോകുന്ന ഈ ഭരണകർത്താവിനെ കുറിച്ച്, അവന്റെ ഭരണരീതിയെ കുറിച്ച് ദീർഘമായി പറഞ്ഞു തന്നു? അതിന്റെ കാരണം ഞാനും നിങ്ങളും ഈ അഞ്ചാമത് വരുന്ന ഭരണകർത്താവിനെ കുറിച്ച്, അവന്റെ ഭരണരീതിയെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് ദൈവത്തിന് വലിയ ആഗ്രഹമുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനം സകല പ്രിയപ്പെട്ടവരും ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചും അവന്റെ പ്രവർത്തന രീതിയെ കുറിച്ചും നന്നായി മനസ്സിലാക്കണം. ദാനിയേലിന് ഇത് വെളിപ്പെടുത്തി കൊടുത്ത നമ്മുടെ ദൈവം യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഇവനെ കുറിച്ച് പഠിപ്പിച്ചു. അപ്പസ്തലന്മാരെ കൊണ്ട് ലേഖനം എഴുതിച്ചപ്പോൾ യേശു ക്രിസ്തു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവനെ കുറിച്ച് പഠിപ്പിച്ചു. പത്മോസിൽ വെച്ച് യോഹന്നാൻ വെളിപ്പെട്ട നമ്മുടെ കർത്താവ് ഒത്തിരി നന്നായിട്ട് വീണ്ടും ഇവനെ കുറിച്ച് പഠിപ്പിച്ചു. കർത്താവേ, നീ എന്താണ് ഇവനെ കുറിച്ച് ഇത്രയും ഞങ്ങളെ പഠിപ്പിക്കുന്നത്? വേദപുസ്തകത്തിന്റെ ഒരു നല്ല ഭാഗം ഇവന്റെ കാര്യത്തെ കുറിച്ച് എന്തിനാണ് കർത്താവെ മാറ്റി എഴുതി പഠിപ്പിച്ചത്? മറുപടി, ദൈവമക്കൾ നന്നായി മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും. ഒരു വളവിന്റെ ഭാഗത്ത് ഒരു സൈൻ ബോർഡ് വെച്ചാൽ നമുക്ക് മനസ്സിലാകും അത് വളവാണ്. എന്നാൽ ആ വളവിന്റെ ആ ഭാഗത്ത് ഒത്തിരി പോലീസുകാർ ലൈറ്റിട്ട് വണ്ടി നിർത്തിയിരിക്കുന്നെങ്കിൽ നമ്മൾ ആ സൈൻ ബോർഡ് പോലെ മാത്രമല്ല ആ സമയം ആ റോഡ് ശ്രദ്ധിക്കുന്നത്. നമുക്കറിയാം അതൊരു വളവായിരുന്നു. അത് സൂക്ഷിപ്പാൻ വേണ്ടി ഒരു സൈൻ ബോർഡ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ സൂക്ഷിച്ചു പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ധാരാളം പോലീസ് വണ്ടികൾ ആ സ്ഥലത്ത് ലൈറ്റിട്ട് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അത് ഇന്നലെ പോയ ആ സൈൻ ബോർഡ് കണ്ട റോഡാണെങ്കിൽ കുറച്ചുകൂടി എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് അനേക സൈൻ ബോർഡുകളും ഈ ഫ്ലാഷ് ലൈറ്റുകളും ദൈവം നമ്മെ കാണിപ്പിച്ചിരിക്കുമ്പോൾ ഇത് നമ്മൾ നന്നായി ചിന്തിക്കണം. ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയട്ടെ, നമ്മുടെ സഭ ഭാഗ്യമുള്ള സഭയാണ്. ദൈവവചനം പഠിക്കുവാൻ നമുക്ക് ദൈവം ഭാഗ്യം തരും. അടുത്തത് ഞാൻ പഠിപ്പിക്കുന്നത് ഈ
ആന്റിക്രൈസ്റ്റിന്റെ പ്രവർത്തന രീതി പഴയതിലും പുതിയതിലും കർത്താവിന്റെ വചനത്തിലും അപ്പസ്തോലിക എഴുത്തുകളിലും പ്രവാചക പുസ്തകങ്ങളിലും പഠിക്കുമ്പോൾ നമ്മൾ ഒത്തിരി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, ഒരു വ്യക്തിക്ക് പിശാച് എന്ന് കേൾക്കുമ്പോൾ പാപം ചെയ്യിപ്പിക്കുന്ന വ്യക്തി എന്നാണ് അകത്തൊരു ധാരണ വരുന്നത്. അത് ശരിയുമാണ്. നീ എന്താ കൊലപാതകം ചെയ്യുന്നത്? നീ എന്താ വൃത്തികേടായി ജീവിക്കുന്നത്? നീ എന്താ കള്ളു കുടിക്കുന്നത്? നീ എന്താ മോഷ്ടിക്കുന്നത്? നമുക്കെല്ലാം മറുപടി പറയാൻ കാണും, ഇതൊക്കെ സാത്താന്റെ പ്രവർത്തനം. സാത്താൻ എന്ന് കേൾക്കുമ്പോൾ ഉപദ്രവിക്കുക, മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യിക്കുക എന്നൊക്കെ ഒരു ചിന്ത എല്ലാ മനുഷ്യരും ഉണ്ട്. എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മെ നശിപ്പിക്കുവാൻ സാധാരണ ഇവിടെയാണ് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട പൈശാചിക തന്ത്രങ്ങളിൽ ഒന്ന്. ഒരു കത്തിയെടുത്ത് കുത്താൻ നോക്കുക, ഒരു ചുറ്റിയെടുത്ത് ഇടിക്കാൻ നോക്കുക, ഒരു വാളെടുത്ത് വെട്ടാൻ നോക്കുകയൊക്കെ ചെയ്താൽ ഉപദ്രവിപ്പാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിരിച്ചുകൊണ്ട് നമ്മെ ഉപദ്രവിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുക. നിങ്ങളെ ഒരാള് ഒരു വാളെടുത്ത് വെട്ടാനായിട്ട് തുടങ്ങുന്നു, മറ്റൊരാൾ നിങ്ങളുടെ മുൻപിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആരാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നത്? ഞാൻ നിങ്ങൾ പറയും, ആ വാളെടുത്ത് എനിക്കെതിരായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. സഹോദരങ്ങളെ, ആ വ്യക്തി ഉപദ്രവിക്കുന്നതിനേക്കാൾ നന്നായി ഉപദ്രവിക്കാൻ ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിക്ക് കഴിയും. എന്നാൽ പലപ്പോഴും നമ്മളെ സാധാരണ വാളെടുക്കുന്ന മ്ലേച്ഛത പ്രവർത്തിക്കുന്ന സ്വഭാവക്കാരനായി മാത്രം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചു 33 വർഷം ജീവിച്ച യേശുവിനെ കുറിച്ച് ഒരൊറ്റ വാക്ക് മോശപ്പെട്ട ജീവിതം നയിച്ചുവെന്ന് പറയാനായിട്ടുണ്ട്. ശത്രുക്കൾക്ക് പോലുമില്ല. എന്നാൽ ആ യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ അന്നത്തെ യഹൂദ മതം പറയുകയാണ്, ഇവനെ കാണിക്കുന്നത് മുഴുവൻ ഭൂതങ്ങളെ കൊണ്ടാണ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഭൂതങ്ങളെ കൊണ്ട് കൊല്ലാനും ചീത്ത പറയാനും അസാങ്കേതികമായി ജീവിപ്പാനും മാത്രമല്ല കഴിയുന്നത്, അത്ഭുതങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്നും മനുഷ്യർ വിശ്വസിക്കുന്നത് കണ്ടോ? യേശു നല്ല കാര്യങ്ങൾ ചെയ്തത്, യേശു മറ്റുള്ളവർക്ക് ഗുണം ചെയ്തത്, യേശു ഭൂമിയിൽ യോഗ്യമായി ജീവിച്ചത്, യേശു അത്ഭുതങ്ങൾ ചെയ്തത് ആരെ കൊണ്ട? ഭൂതങ്ങളെ. നിങ്ങളുടെ വാക്യം വായിക്ക്, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും. മത്തായി നമ്മുടെ കർത്താവെ ഭൂമിയിലായിരുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം. അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. മറ്റു ചിലർ, ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല, ഭൂതത്തിന് കുരുടന്മാരെ കണ്ണു തുറക്കുവാൻ കഴിയുമോ? ദൈവമക്കളെ ആഴം ചിന്തിച്ച് ഞാൻ ഈ ചിന്ത തരുന്ന രീതി, അവന് ഭൂതമുണ്ട്, അവൻ ഭൂതങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കണ്ടോ? ഭൂതങ്ങളെ കൊണ്ട് കൊല്ലാനും ചീത്ത പറയിപ്പിക്കാനും വൃത്തികെട്ട ജീവിതം നയിപ്പിക്കാനും കഴിയുമെന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ ഇതും വിശ്വസിക്കണം. ഭൂതങ്ങളെ കൊണ്ട് നല്ല കാര്യങ്ങളും ചെയ്യിക്കാം. ഒരാൾ നല്ല കാര്യം ചെയ്തതുകൊണ്ട് അത് ദൈവികമാകണമെന്നില്ല. കണ്ടോ? നമ്മളെ എല്ലാം മനസ്സിലിരിക്കുന്നത് കുറെ പാപങ്ങളുടെ പട്ടിക നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട്. ഈ പാപങ്ങളൊക്കെ ചെയ്യിക്കുന്നത് പിശാചാണ് എന്ന് നമ്മൾ സമ്മതിക്കും. എന്നാൽ ഒരാൾ നല്ല കാര്യം മാത്രമാണ് ചെയ്യുന്നത്. രോഗിയെ സൗഖ്യമാക്കുന്നു, മറ്റുള്ളവർക്ക്
സാമ്പത്തിക സഹായം ചെയ്യുന്നു, നല്ല കാര്യം മാത്രം ചെയ്യുന്നു, നമ്മൾ പറയുമോ ഈ ആൾ യഹൂദമാണ്? യഹൂദന്മാർ പറഞ്ഞത് കണ്ടോ? ഈ ചീത്ത പറയാത്ത യേശു, ഈ ദോഷമൊന്നും ചെയ്യാത്ത യേശു, ഈ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന യേശു ഭൂതം കണ്ടത് കൊണ്ടാണ് ചെയ്യുന്നത്. അവര് ചുമ്മാതെ പറഞ്ഞതല്ല, അങ്ങനെ പ്രവർത്തിക്കുന്ന ഭൂതങ്ങളുണ്ട്. ഇവിടെ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് അപകടം വരും. അതാണ് ഞാൻ പറഞ്ഞത്, ചീത്ത പറയുന്ന ഭൂതത്തെ നമുക്ക് ഭൂതമായി കാണാൻ കഴിയും, പാട്ടുപാടുന്ന ഭൂതത്തെ നമുക്ക് ഭൂതമായി കാണാൻ ബുദ്ധിമുട്ട് വരും. ചീത്ത പറയിപ്പിക്കുന്ന ഭൂതത്തിന് പാട്ട് പാടിക്കാനും കഴിവുണ്ട്. മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഭൂതത്തിന് മനുഷ്യനെ സഹായിക്കാനും പ്രാപ്തിയുണ്ട്. കണ്ടോ? ഇവിടെ പ്രാപ്തന്മാർ പോലും തോറ്റുപോകുന്ന ചില കാര്യം ഞാൻ പറയാം. പത്രോസ് ദൈവാത്മാവിൽ നിറഞ്ഞു, അനന്യാസും സഫീറയും വ്യാജം കാണിച്ചപ്പോൾ അവരിൽ വസിച്ച പരിശുദ്ധാത്മാവ് ഈ സഹോദരങ്ങൾ, ഈ കുടുംബം വ്യാജമാണ് കാണിക്കുന്നത് മനസ്സിലാക്കി ആ പാപത്തിനെതിരെ ശിക്ഷ വിധിച്ചു. പത്രോസേ, നീ എങ്ങനെയായിട്ട് കണ്ടത്? ദൈവാത്മാവ്. നീ അന്യാസിന്റെ വീട്ടിൽ പോയോ? ഇല്ല. നീ അവർ തമ്മിൽ പറയുന്നത് കേട്ടോ? ഇല്ല. ആരെങ്കിലും എന്നോട് പറഞ്ഞോ? ഇല്ല. പിന്നെ നീ എങ്ങനെയാ മനസ്സിലാക്കിയത്? ദൈവാത്മാവ്. അന്യാസും സഫീറയും കാണിച്ച തെറ്റ് അത് മനസ്സിലാക്കാൻ പത്രോസിന്റെ ദൈവാത്മാവിൽ പത്രോസിന് കഴിഞ്ഞു. എന്നാൽ പത്രോസിനേക്കാൾ ഒട്ടും കൃപ കുറഞ്ഞവനല്ല പൗലോസ്. പൗലോസ് തന്റെ കഷ്ടങ്ങളുടെ പട്ടിക പറഞ്ഞപ്പോൾ പറയുകയാണ്, കള്ള സഹോദരന്മാരാൽ എനിക്ക് ആപത്തുണ്ടായി. എന്താ പൗലോസേ നീ ആപത്ത് മനസ്സിലാക്കാതെ ഇരുന്നത്? ദൈവാത്മാവിൽ പത്രോസ് ഒരു കള്ള സഹോദരനെ കണ്ടു, ഒരു കള്ള സഹോദരിയെ കണ്ടു. അവർ വ്യാജം കാണിച്ചത് മനസ്സിലാക്കി, അതിന് ശിക്ഷ വിധിച്ചു. എന്നാൽ അതേ ആത്മാവുള്ള പൗലോസ് കള്ള സഹോദരന്മാർ ഉപദ്രവിച്ചപ്പോൾ, കള്ള സഹോദരിമാർ ഉപദ്രവിച്ചപ്പോൾ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? നമ്മൾ എത്ര പ്രാപ്തനാണെങ്കിലും പിശാചിന്റെ ചില പ്രവൃത്തികൾ മനസ്സിലാക്കാൻ കഴിയാതെ നമുക്ക് വരും. ഞാൻ പറയുന്നില്ലേ, ആരും ദൈവമക്കൾ മനസ്സിലാക്കാം. പാസ്റ്റർ ജോൺസൺ ദൈവാത്മാവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് സാധാരണ പ്രവർത്തനമെല്ലാം മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ ധരിക്കുന്നെങ്കിൽ സാധാരണ വളരെ ബുദ്ധിമാനാണ്. കടലിലെ ആപത്ത്, കരയിലെ ആപത്ത് അതൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്തത് മനസ്സിലാക്കാം. പക്ഷേ കണ്ടോ, പലതും നമുക്ക് വിവേചിപ്പാൻ കഴിയാത്ത രീതിയിൽ സാത്താൻ നമ്മുടെ അടുക്കൽ വരും. യേശുവിന്റെ കൂടെ നടന്നതല്ലേ പത്രോസ്? സാത്താൻ കയറി, സാത്താനെ എന്നെ വിട്ടു പോകും എന്ന് യേശു പറയത്തക്കവണ്ണം യേശുവിന്റെ കൂടെ ശുശ്രൂഷിച്ചവരല്ലേ ഇസ്കരിയോത്തായ യൂദ. യൂദയിൽ ഖണ്ഡം വാങ്ങി തിന്ന ഉടനെ യൂദയിൽ സാത്താൻ കടന്നു. അതുവരെ പുറത്തു നിൽക്കുകയായിരുന്നു സാത്താൻ. പെസഹ രാത്രിയിൽ സാത്താൻ യൂദയിൽ കടന്നു. യേശുവിന്റെ കൂടെ നിന്നപ്പോൾ സാത്താൻ കടന്നത് കണ്ടോ? യേശുവിന്റെ കൂടെ ജീവിച്ചപ്പോൾ പത്രോസിൽ സാത്താൻ പ്രവേശിച്ചത് കണ്ടോ? ദൈവമക്കളെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അമ്പലത്തിൽ പോകണ്ട, കുരിയാടിയിലും വേദിക്കാവിലും നേർച്ചക്കാവിലും പോകണ്ട, കാട്ടിലും കലറയിലും പോകണ്ട. ആരാധന സ്ഥലത്തിരിക്കുമ്പോൾ തന്നെ, പാസ്റ്ററുടെ കൂടെ നടക്കുമ്പോൾ തന്നെ, പാസ്റ്ററായിരിക്കുമ്പോൾ തന്നെ നമ്മിൽ കടക്കാൻ പിശാചിന് പ്രാപ്തിയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇയ്യോബിനെ കുറ്റം വിധിപ്പാൻ പിശാച് എവിടെ ചെന്നത്? സ്വർഗത്തിൽ. കണ്ടോ? ഇന്ന് സ്വർഗത്തിൽ കയറാൻ പോലും പിശാചിന് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനാണെങ്കിൽ എന്നിലും നിങ്ങളിലും. നമ്മുടെ ധാരണയാണ് കല്ലറയിൽ ചെന്നാലേ സാത്താൻ കയറൂ, കാട്ടിൽ ചെന്നാലേ സാത്താൻ കയറൂ, വേദിക്കലിലും കുരിയാടകളിലും നേർച്ചക്കാവിലും ചെന്നാലേ കയറൂ. അല്ല, നീ ശബരിമലയും പടകാത്തും പരിമതിയും ഒന്നും പോകണ്ട. നീ സർവ്വത്തിലും കാട്ടിലും കല്ലറയിലും പോകണ്ട.
യേശുവിന്റെ കൂടെ നിന്നാൽ കൊരിന്ത്യർക്കെഴുതിയ 12-ാമത്തെ അധ്യായം 1-ാമത്തെ ലേഖനം 2-ാമത്തെ വാക്യം. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുക പതിവായിരുന്നു. കണ്ടോ, അവർ വിഗ്രഹങ്ങളുടെ അടുക്കൽ നടന്നതല്ല, നടത്തിയതാണ് അവരെ. ദൈവത്തിന്റെ വാക്കുകൾക്കെല്ലാം വലിയ ആഴങ്ങളും അർത്ഥങ്ങളും ഉണ്ട്. കണ്ടോ, നിങ്ങളെ വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് നടത്തി. നടന്നാൽ നമ്മുടെ മനസ്സോടെയാ, നടത്തിയാലോ മറ്റൊരാൾ ചെയ്യുന്നത് കൊണ്ടാണ്. പിശാചിന് ചിലയിടത്തേക്ക് നമ്മെ നടത്താൻ കഴിവുണ്ട്. നമുക്കറിയാം, യഹൂദന്മാർ സത്യദൈവത്തെ സേവിക്കുന്ന ഏകദൈവ വിശ്വാസികളാണ്. അവർക്ക് കൊടുത്ത പ്രമാണത്തിലെ ഏറ്റവും ശക്തിയുള്ള പ്രമാണമാണ് അന്യദൈവങ്ങളോട് വേർപാട് പാലിക്കുവാൻ വേണ്ടിയുള്ളത്. എന്നാൽ എഫെസോസിൽ പൗലോസ് ചെന്നപ്പോൾ അവിടെ മന്ത്രവാദികളായിരുന്നവരാരും നിങ്ങൾക്കറിയാം. എഫെസോസിലെ മന്ത്രവാദികൾ ആരായിരുന്നു? അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 13-ാമത്തെ വാക്യം. കണ്ടോ, മന്ത്രവാദികളായി നടക്കുന്ന യഹൂദന്മാർ. താഴെ വായിച്ചാൽ കാണാം, മഹാപുരോഹിതന്റെ 7 മക്കളാണ്. കയ്യിലെടുത്തത് എഫെസോസിലെ അന്യദൈവാരാധനയ്ക്ക് വേണ്ടി. നിങ്ങൾക്കറിയാമല്ലോ, അവിടുത്തെ പുസ്തകങ്ങൾ, മന്ത്രവാദ പുസ്തകങ്ങൾ ചുറ്റുകളഞ്ഞത് എത്രയാണ്? എത്ര രൂപ വിലയുള്ളതാണ്? 40,000 വെള്ളിക്കാശിനെതിരെയുള്ള ക്ഷുദ്രത്തിന്റെ പുസ്തകങ്ങൾ കൊണ്ടുവന്നാണ് എഫെസോസിൽ ചൂണ്ടത്. ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ കൂലിയാണ് 1 വെള്ളിക്കാശ്. അങ്ങനെയാണെങ്കിൽ 40,000 വെള്ളിക്കാശിന്റെ ക്ഷുദ്ര പുസ്തകം ചുട്ടു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് 40,000 ദിവസത്തെ അധ്വാന കൂലിയാണ്. ഇത്രയും ക്ഷുദ്ര പുസ്തകങ്ങളും പൈശാചിക കോട്ടകളും നിറഞ്ഞുനിന്ന അവിടുത്തെ മന്ത്രവാദികൾ ജാതികളല്ല, യവനന്മാരല്ല, ബർബരന്മാരല്ല, യഹൂദന്മാർ. അതും മഹാപുരോഹിതനായ സ്കേവയുടെ മക്കൾ 7 പേർ. താഴെ വായിച്ചാൽ കാണാം, ആ ഭാഗത്ത് മഹാപുരോഹിതന്റെ മക്കളാണ്. ഞാൻ എന്താ ഇന്ന് പകല് പഠിപ്പിച്ചത്? യേശുവിന്റെ കൂടെ നിന്ന പത്രോസിൽ, യേശുവിന്റെ കൂടെ പ്രസംഗിച്ച യൂദയിൽ, മഹാപുരോഹിതന്റെ മക്കളിൽ. ഇതുകൊണ്ടാണ് സാത്താൻ തന്ത്രങ്ങളെ ദൈവമക്കൾ മനസ്സിലാക്കുന്നത്. വാഴെടുക്കുന്നവനും തുള്ളുന്നവനും ദേഹം മുറിക്കുന്നവനും ഉപദ്രവിക്കുന്നവനും പിശാചാണെന്ന് പറയുവാൻ എളുപ്പമാണ്. എന്നാൽ പാട്ടുപാടുന്നവനും പ്രസംഗിക്കുന്നവരും പിശാചാണെന്ന് പറയുവാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. നമ്മുടെ പിശാചാണോ എന്ന് അറിയുന്നത് ശുശ്രൂഷ നോക്കിയല്ല, ഫലം നോക്കിയാണ്, ഉപദേശം നോക്കിയാണ്, വചനം നോക്കിയാണ്. ഇന്ന് ആത്മീയ ലോകത്ത് വന്നിരിക്കുന്ന അപകടം നമ്മൾ ദൈവവചനം പഠിക്കണം, വചനപ്രകാരം പോരാടണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമുക്ക് ലഭിക്കുന്ന ദൈവവചനത്തിനായി ലോകത്തിൽ ദൈവം എന്നെ എവിടെ അയച്ചാലും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സത്യവചനം ഏത് ശക്തിയോടെ പ്രസംഗിക്കാൻ കഴിയുമോ അത്രയും ശക്തിയോടെ പ്രസംഗിക്കും. ജനത്തിന്റെ അനുകൂലമോ ജനത്തിന്റെ സഹകരണമോ പ്രതികൂലമോ അല്ല, ദൈവത്തിന്റെ വചനം അതിനാണ്.